നമുക്ക് ഈ തിരുവനന്തപുരത്ത് മാത്രമല്ല മറ്റ് ജില്ലകളിലൊക്കെ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സംസ്ഥാനത്തുടനീളം അത് പ്രകടമാണ്. വിവിധ സർക്കാർ വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. PWD റോഡ് വെട്ടിയിട്ട് ടാർ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ കുത്തിപ്പൊളിക്കാൻ വാട്ടർ അതോറിറ്റി പിന്നാലെ വരുന്നൊന്നും കേരളത്തിലെ അപൂർവ സംഭവമല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. ഏകോപനം എന്തുകൊണ്ട് കുറയുന്നു? എന്തെങ്കിലും സംഭവിച്ചാൽ പോലും പാഠം പഠിക്കാത്തവരാണ് നമ്മൾ മലയാളികൾ. തലസ്ഥാന നഗരവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഏകോപനമില്ലാത്ത തന്നെയാണ് രക്ഷാപ്രവർത്തനം ഇന്നലെയും ദുസ്സഹമാക്കിയത്. ഇന്നും അത് തന്നെയാണ്. ഈ താളം തെറ്റിയ അവസ്ഥയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം. കാരണം വിവിധ വകുപ്പുകൾ അവർ തമ്മിൽ യാതൊരു കോർഡിനേഷനുമില്ല. ശുചീകരണ ജോലിക്കിടെ ആമയിഴഞ്ചാൻ തോട്ടിൽ വീണുപോയ മാരായമുട്ടത്തെ ആ പാവം ജോയിക്കുള്ള തെരച്ചിൽ ഇത്രയും ദുഷ്കരമാക്കിയത് തോട്ടിൽ കുമിഞ്ഞുകൂടിയ മാലിന്യ കൂമ്പാരം തന്നെയാണ്. മല പോലെ ഉയർന്നു നിൽക്കുന്ന മാലിന്യ കൂമ്പാരം അത് ഒഴുകാൻ കഴിയാതെ അവിടെ തന്നെ ചുറ്റിത്തിരിയുന്നു. സമയബന്ധിതമായി ഇത് ശുചീകരിക്കാൻ കഴിയാത്തതാണ് ടൺ കണക്കിന് മാലിന്യം അവിടെ അടിഞ്ഞുകൂടാൻ സാധ്യത ആയത്. അതുകൊണ്ട് തന്നെയാണ് ജോയിക്കായിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും ഇത്ര 20 മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഒരെത്തും പിടിയും കിട്ടാത്തത്. ഒരു കാലത്ത് നഗരത്തിന്റെ അലങ്കാരമായി പറഞ്ഞിരുന്ന ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്ന് നമുക്ക് വീട്ടുപകരണങ്ങൾ വരെ തപ്പിയെടുക്കാം. സോഫാ സെറ്റിന്റെ കുഷൻ, കുക്കറിന്റെ ഭാഗങ്ങൾ, കിടക്കുന്ന മെത്തകളുടെ ഭാഗങ്ങൾ, ചാക്കിൽ കെട്ടിയ ഡയപ്പറുകൾ, മദ്യക്കുപ്പികൾ, പ്ലാസ്റ്റിക് കവറുകൾ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അത്രയും മാലിന്യമാണ് ഇതിൽ നിറയുന്നത്. ഒബ്സർവേറ്ററി ഹില്ലിൽ നിന്ന് ഉത്ഭവിച്ച കണ്ണമൂല വഴി ആക്കുളം കായലിൽ ചെന്നു ചേരുന്ന ആമയിഴഞ്ചാൻ തോടിന് ആകെ 12 കിലോമീറ്ററാണ് ദൂരം. തോടിന്റെ 119 മീറ്റർ റെയിൽവേ ലൈനിന് കീഴിലൂടെയാണ് പോകുന്നത്. റെയിൽവേയുടെ ഭാഗം വൃത്തിയാക്കിയില്ലെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിക്കുമ്പോഴും മറ്റ് സ്ഥലങ്ങൾ മാലിന്യ കൂമ്പാരമാണ്. ഓഗസ്റ്റിൽ ഉൾപ്പെടെ അതിശക്ത മഴയെന്ന് കാലാവസ്ഥ പ്രവചിക്കുമ്പോഴും നഗരത്തിലെ ജലാശയങ്ങളും ഓടകളും ഇതുവരെ ശുചീകരിച്ചിട്ടില്ല. ശുചീകരണത്തോടൊപ്പം മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള സ്ഥലപരിമിതിയും നഗരസഭയ്ക്ക് വെല്ലുവിളിയാണ്. ശുചീകരണത്തിന്റെ ഭാഗമായി ഓടകളിൽ നിന്നും ജലാശയങ്ങളിൽ നിന്നും കോരിമാറ്റുന്ന മാലിന്യവും മണ്ണും നിക്ഷേപിക്കാൻ സ്ഥലമില്ലാതെ നെട്ടോട്ടമോടുകയാണ് നഗരസഭ ആരോഗ്യ വിഭാഗം. തമ്പാനൂരിൽ രക്ഷാപ്രവർത്തനത്തിലെ വെല്ലുവിളി ഒരു പാഠമാക്കിയെങ്കിലും നഗരസഭ പഠിക്കേണ്ടതുണ്ട്. 24 തിരുവനന്തപുരം.